ഇങ്ങനെ ഒരു തുണി എടുത്ത് ഈ അരപ്പിന്റെ പുറത്തേണ്ട ഇങ്ങനെ അങ്ങ് ഇട്ടേക്കണം. എന്നിട്ട് ഇങ്ങനെ അത് വെള്ളത്തിൽ നിന്ന് മുക്കിക്കോണം. ഒരു കപ്പ് വെള്ളത്തിനകത്ത് മുക്കിയിട്ട് വേണം ഇങ്ങനെ നമുക്ക്. അപ്പോൾ യൂണിഫോം ആയിട്ട് അതിന്റെ പുറത്തൊരു തുണി ഇട്ട് വെച്ചേക്കുക. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പുകച്ചിലും ഊത്തലും എടുക്കും. എവിടെയാണോ പുകച്ചിലും ഊത്തലും സൂചി കുത്തുന്ന പോലെ കുത്തുന്നത് അവിടെ നമ്മുടെ ബ്ലോക്കാണ്. ബ്ലോക്ക് ഉള്ളിടത്ത് മാത്രമേ ഈ ഊത്തലും പുകച്ചിലും എടുക്കത്തുള്ളൂ. അപ്പൊ ഇത് 2 കാര്യം നടക്കുന്നത്. എക്സ്റേ ആയി, സ്കാനിങ്ങും കഴിഞ്ഞു. മനസ്സിലായോ? ഊത്തലുള്ളിടത്ത് ബ്ലോക്ക് ഉള്ളത്. ബ്ലോക്ക് ഇല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കില്ല. അതിന്റെ സയൻസ് കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ വെച്ചെന്ന് വെച്ചോളൂ. ആരുടെ ഇടുമ്പോ നമ്മുടെ ഈ ശരീരത്തിൽ 5-6 ലിറ്റർ രക്തം ഉണ്ടല്ലോ. ഇതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കല്ലേ? അതല്ല, ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇവനിവിടെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരപ്പം കൊണ്ട് ഇടുമ്പോ ഇവരുടെ ആക്ഷൻ നടക്കും. ഇല്ലെങ്കിൽ ഈ ശരീരത്തിലൂടെ ഈ ബ്ലഡ് പോകുമ്പോ അവൻ ചൂടായി പോകുമ്പോ ഈ 6 ലിറ്റർ രക്തം ചൂടായാൽ മാത്രമേ ഇവിടെ ചൂടാവുള്ളൂ. അല്ല മനസ്സിലായോ? അല്ല മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ ചൂടുണ്ടെങ്കിൽ, ഇവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ. ധൈര്യമായിട്ട് ചെയ്യാം. ആരുടെ സൗകര്യം വേണ്ട. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംശയം വന്നാൽ ആ നമ്പറിൽ എന്നെ ഒന്ന് വിളിച്ചേക്ക്. ഇവിടെ ഞാൻ നമ്പർ എഴുതി എടുത്തിട്ടുണ്ടല്ലോ. എന്നെ വിളിച്ചോളുക. അപ്പൊ ഈ രാത്രിയിലേ വിളിക്കാം. എന്തോ ഈ പ്രോസസ്സ് ഇനി നമുക്ക് ഒരു കാര്യം, ഇനിയുള്ള സംശയം ചോദിക്കുന്നതല്ല. അപ്പൊ അല്ലെങ്കിൽ ഇന്ന് തീരൂല. ഇനി ആസ്മ കിടക്കുന്നു, ജലദോഷം കിടക്കുന്നു, മൂക്ക ആഹോ അത് ശരിയാണ്. ഇത് ഇതിന്റെ ഊത്തൽ തീരുമ്പോൾ എടുക്കളയും. അവിടെ കിടക്കാം. ഊത്തൽ തീരുമ്പോഴേ എടുക്കാം. കെട്ടരുത്. കുളിക്കല്ല. എടുത്ത ഉടനെ കുളിക്കരുത്. ഈ പോച്ചിൽ നിൽക്കത്തില്ല. ഒരു 1/2-3/4 മണിക്കൂർ വീണ്ടും പോച്ചിൽ നിൽക്കും. മനസ്സിലായോ? ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒരു നട്ടലും തേയാതെ നമുക്ക് രക്ഷപ്പെടാം. തേഞ്ഞാന്റെ ഒറ്റമൂലിയാണിത്. ഒരുപാട് പേരെ ഞങ്ങളിത് ശരിയാക്കി എടുത്തതിന് ശേഷമാണ് ഈ പറയുന്നത്. അല്ലാതെ വെറുതെ അങ്ങോട്ട് പറയല്ല. അതിനുള്ള 100 പേരെ തരാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇവരുടെ അടുത്ത് പോയി കളിക്കാൻ പറ്റുന്നത്. അല്ലെ IMA പോയിട്ട് കളി ബാധിക്കാൻ പറ്റുമോ? ഒരിക്കലും നടക്കൂലല്ലോ. ഇവരാരും വശം പോലും മിണ്ടി പോലും ഇല്ല. അതുകൊണ്ട് അടുത്ത അതേ 2ാമത്തെ ക്വസ്റ്റ്യനാണ് തുമ്മല്. ആസ്മ ഇന്നില്ല. അത് ആദ്യം പഠിച്ചിട്ടുള്ളൂ. ആസ്മ എന്ന് പറഞ്ഞാൽ TB എന്നാണ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു കാര്യം എടുത്തിട്ട് പറഞ്ഞ് ഓർമ്മയുണ്ട? ഈ മൂക്കിന്റെ ഇവിടെ ഇങ്ങനെ രാത്രി വായിക്കൂടല്ല ശ്വസിക്കുന്നത്, അത് മൂക്കിക്കൂടല്ല ശ്വസിക്കുന്നത്, വായിക്കൂടെ. തൊണ്ടയ്ക്ക് ഇറക്കുമ്പോ എന്തോ തടയുന്ന പോലെ തോന്നുക. കണ്ണിന്റെ ഇവിടെ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം വരിക. അത് കഴിഞ്ഞ് ചെവി കടിക്കുക. ചിലർ ഇങ്ങനെ വരിക. തലവേദനയായിട്ട് വരിക, കൊടിഞ്ഞായിട്ട് വരിക, ചിലർക്ക് ഒരു സൈഡ് മാത്രം വരിക. ഇങ്ങനെയെല്ലാമാണ് സംഭവം ഉള്ളത്. ഇവര് നേരം വെളുക്കുമ്പോ അറിഞ്ഞ് 4 തുമ്മങ്ങോട്ട് തുമ്മി മൂക്കിന് ഇച്ചിരി വെള്ളം പോകുമ്പോ ആ മൂക്ക് അങ്ങ് തുറക്കുകയും ചെയ്യുന്നു. ഈ ടൈപ്പ് ആസ്മയല്ലേ പറയുന്നത്? ഇത് ആസ്മയല്ല സംഗതി. താണ്ട് ഇവിടെ ഇങ്ങനെ ദേശം വളരുന്നുണ്ട് മൂക്കിന്റെ. അതിന് അലോപ്പതി ചെന്ന് അവർ പറയും പാലം വളഞ്ഞു. മനസ്സിലായോ? ഇവിടെ പാലം എല്ല് വളരുന്നു. എല്ലൊന്നും അല്ല വളരുന്നത്, ഒരു ദശയാണ്. ഇന്റേണൽ അതായത് നാസ അർച്ചസ് എന്ന് ഞങ്ങളുടെ ആയുർവേദ ഭാഷയിൽ പറയും. നാസ അർച്ചസ്. മനസ്സിലായോ? അവർക്ക് ചെയ്യാനുള്ള എളുപ്പ വഴി തുമ്പയുടെ ഇല അരച്ച് അതിന് സമം പച്ചമഞ്ഞളും അരച്ച് സമം നിങ്ങൾക്ക് എത്ര വേണേലും വെച്ചോളാം. കാരണം ആകെക്കൂടെ എനിക്ക് ഇത്രയും മതി. ഒരു ഗുളിക ഒരു വട്ടിന്റെ അത്രയുള്ള സാധനം മതി. ഗോളി കഴിക്കുന്നു അത്രയും മതി. അത് 2 സമം എടുത്ത് വെവ്വേറെ അരച്ച് സമം എടുത്ത് മിക്സ് ചെയ്ത് ഒരു പഞ്ഞിക്കകത്ത് നിരത്തണം. ഒരു പഞ്ഞി ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് അവനെ വെക്കണം. എന്നിട്ട് തിരിശീല ചുരുട്ട പോലെ ചുരുട്ടണം. അത് 2 എണ്ണം ഉണ്ടാക്കി വെക്കുക. അതിന് മുമ്പിട്ട് പെട്ടെന്ന് നിൽക്കാൻ ആ തുമ്പയുടെ പിഴിഞ്ഞ അരച്ച സാധനത്തിനകത്ത് നിന്ന് പിഴിഞ്ഞൊരു 3 തുള്ളി, ഒരു 6 തുള്ളി ഇനി എടുക്കണം.
അത് ഏതെങ്കിലും ഈ ഡ്രോപ്പറിനകത്ത് ഒഴിച്ചാൽ മതി. ഒരു 3 തുള്ളി ഇങ്ങനെ കിടന്നുകൊണ്ട് കസേര ഇരുന്നുകൊണ്ട് തല വെളിയിൽ വരണം. അല്ല, തല വെളിയിൽ വന്നിട്ട് വായില് ഇങ്ങനെ പേരെ കടിച്ചു പിടിച്ചോ. ഇങ്ങനെ കടിച്ചു പിടിച്ചുകൊണ്ട് മൂക്കിലോട്ട് ഒരു 3 തുള്ളി അങ്ങോട്ട് ഒഴിക്കണം. ഒഴിച്ചിട്ട് ഈ പേരേജ് എടുത്ത് മാറ്റണം. മനസ്സിലായോ? മാറ്റിയിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ വലിച്ചം കയറ്റണം. തലയെ കിടക്കുന്ന മൊത്തം അഴുക്കുഞ്ഞ് പുറത്തു വരും. മനസ്സിലായോ? അത് പെട്ടെന്നുള്ള വഴിയാണ്. പെട്ടെന്ന് ഈ മൂക്ക് തുറക്കാനുള്ള വഴിയാ പറഞ്ഞു തന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇല്ല, നേരത്തെ തീർത്ത് വെച്ചിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ചുരുട്ടിയത്, അതിന്റെ 2 സൈഡും കണ്ടിക്കണം. കണ്ടിച്ചിട്ട് ഇതെടുത്ത് അതിനകത്തോട്ട് വെച്ചു കൊടുക്കണം. മൂക്കിനകത്തോട്ട് ഈ കിരിയല്ലേ, ഇങ്ങനെ ചുരുട്ടിയ തിരിയില്ലേ, തിരി, അത് 2 സൈഡും കട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ ആ മസാല ആ മൂക്കിന്റെ മേളിലോട്ട് ചെന്ന് മുട്ടണം. ഒരു 5 മിനിറ്റിനകത്ത് വെച്ച് കുറെ വെള്ളം അങ്ങോട്ട് ഒലിക്കാൻ തോന്നും. ഇത് വേണ്ടത് ഇച്ചിരി, അത് നിങ്ങൾ ആ ധൈര്യമായിട്ട് വെച്ചോ. അതുപോലെ അതിന് ഇത്ര നീളം മതി മൊത്തം കൂടെ. അത് മേലോട്ട് വെക്കണം, ആരും അറിയത്തുമില്ല, ഒന്നും സംഭവിക്കത്തുമില്ല. എന്നിട്ട് 5 മിനിറ്റിനകത്ത് വെള്ളം ഒലിക്കാൻ തോന്നും. ആ വെള്ളം ഒലിക്കുന്ന വെള്ളം ചില തുമ്മിക്കളയും. തുമ്മിക്കളഞ്ഞ് വേറെ 2 കൂടെ കൈ വെച്ചേക്കണം, വീണ്ടും വെച്ചേക്കണം. ഒരാഴ്ച ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ തലവേദന പോവും, മൂക്കടപ്പ് മാറും, മേളിൽ കിടക്കുന്ന നീര് കുഞ്ഞ് വലിഞ്ഞു പോയി. മനസ്സിലായോ? എന്നിട്ട് അത് തലവേദനയായിട്ടാ പോണെങ്കിൽ കാട്ടുകടുകെന്നും പറഞ്ഞൊരു സാധനം ഉണ്ട് ഇവിടെ. എവിടെ നോക്കിയാലും കാണാം, പടന്നു കിടക്കും. സൂചി വേള എന്ന് പറയുന്നത് എല്ലാ പരിഹാരത്തിലുണ്ട്. ആ സാധനം ഒരു 30 ഗ്രാം മുതൽ 50 ഗ്രാം വരെ അരച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചേക്കും. കാട്ടുകടുക് എവിടെ ആണെങ്കിലും കാണില്ല. ഇപ്പൊ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ എവിടെ നോക്കിയാൽ കാണും. വേറില്ല, ഇല, അതിന്റെ തണ്ടും ഇലയും എല്ലാം കൂടെ. മഞ്ഞപ്പൂവെന്നല്ലല്ലേ ഇതിനുള്ളത്? അതല്ല, അത് നേരെ നിൽക്കുന്ന, ഇത് പടന്നു കിടക്കുന്ന. അത് പറഞ്ഞ കാട്ടുകടക് വേറെ, അത് നേരെ നിൽക്കുന്ന. ഇത് താഴെ പടന്നു കിടക്കുന്ന. അല്ല, ഒരു 30 മുതൽ 50 ഗ്രാം വരെ എടുത്ത് അരച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അരിച്ചാൽ കുടിച്ചോളാം. തലവേദന 6 ദിവസം 7 ദിവസം കൊണ്ട് തലവേദന അവിടെ നിൽക്കും. എത്ര ശക്തിയായ തലവേദനയാണ്. തുമ്പ വേറെ, അത് വേറെ. അയ്യോ, ആര് പറഞ്ഞു? തുമ്പയില കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, കരിനൊച്ചിയാക്കിക്കോ. കരിനൊച്ചി ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ നിൽക്കുന്ന ഞാനാണ്. കരിനൊച്ചി ഇല, അത് പിന്നെ എണ്ണ കാച്ചണം. കരിനൊച്ചി ഇല 100 മില്ലി കരിനൊച്ചി വെളിച്ചെണ്ണയ്ക്ക് 100 മില്ലി കരിനൊച്ചിക്ക് 100 മില്ലി വെളിച്ചെണ്ണയ്ക്ക് 200 മില്ലി 200 ഗ്രാം കരിനൊച്ചി. മനസ്സിലല്ലോ? അതിനകത്ത് 100 മില്ലി ചെറുനാരങ്ങയുടെ നീര് എഴുതിക്കൊള്ളു. അത് 200 ഗ്രാം അരച്ചെടുക്കണം. അരച്ചെടുത്ത് വെള്ളത്തിൽ കലക്കി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് അതിനകത്ത് 100 മില്ലി ചെറുനാരങ്ങ നീര്, 100 മില്ലി, 5 ഗ്രാം ഏലക്കാത്തരി, 5 ഗ്രാം കറുകപ്പട്ട, 5 ഗ്രാം കുരുമുളക്. അരച്ചെണ്ണ കാച്ചി വീട്ടിൽ വെച്ചേര്. നിങ്ങളുടെ ജാതകത്തിൽ തലയ്ക്കാത്ത പ്രശ്നം ഉണ്ടാവും. 5 കറുകപ്പട്ട, 5 ഗ്രാം കുരുമുളക്. അതിനാണ് ഈ പറഞ്ഞ സാധനം ഒന്ന് നസ്യം ചെയ്താൽ ഇവിടെ കിടക്കുന്ന സകല കാഹുവിഞ്ഞ് പുറത്തു വരും. മനസ്സിലായോ? എണ്ണ കാച്ചൽ കൂടെ ഇത്രയും കൊണ്ട് എണ്ണ കാച്ചി തലയിൽ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ പറഞ്ഞ് അവർ കാച്ചിത്തരും. മനസ്സിലായോ? വെളിച്ചെണ്ണ
നല്ലെണ്ണ ആയാലും കുഴപ്പമില്ല. പക്ഷെ നല്ലെണ്ണ എവിടെ കിട്ടും? വെളിച്ചെണ്ണാവുന്ന കുരുക്കി എടുക്കാൻ പറ്റും. നല്ലെണ്ണ എവിടെ കിട്ടും? ഒരു രക്ഷയില്ല നല്ലെണ്ണ ഉണ്ടാക്കാൻ. അതുകൊണ്ടാണ് നല്ലെണ്ണ ഏറ്റവും നല്ലത്. ഇതാകുമ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടും. അന്ന് വേണ്ട, നല്ല ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടിയ അടുത്തത്. അപ്പൊ അത് ഇത് തീർന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് ഇത് അലർജി, തുമ്മല് ഇതിനൊക്കെ മൂക്കിൽ ഒഴിക്കുകയും തലയെ വെച്ച് കുളിക്കുകയും ചെയ്യുക. മൂക്കിൽ 7 മുതൽ 10 തുള്ളി വരെ ഒഴിക്കാം. തലയിൽ വെക്കാം. കൊച്ചുകുട്ടികൾക്കാണ് ഈ ശ്വാസം മുട്ടൽ കൂടുതൽ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മൂലി. അത് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ആരും അറിയാതെ, ആരും കാണരുത്. കാണാതെ വേണം ചെയ്യാൻ. ഒരു 50 ഗ്രാം വരെ പിടിക്കണം. എന്താ വരയില്ല, മണ്ണിര. ഇത് ഒറ്റമൂലിയാണ്. 50 ഗ്രാം മണ്ണിര. അതിന് നല്ല പുളിച്ച മോരിനകത്തോട്ടിടണം. പുളിച്ച മോരിൽ ഇട്ടിട്ട് ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കണം. മോര് നമ്മുടെ ആവശ്യത്തിന് എടുത്തോന്ന്, കൂടി വെച്ച് കുഴപ്പമൊന്നുമില്ല.